നമസ്കാരം, മച്ചാക്കാട്ടൂരാണ്. അപ്പം പൊതുവേ ഇപ്പം കലാകാരികളെ തേടി പോകുന്നു, പക്ഷേ ആരും കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഏത് രക്ഷകർത്താക്കളായാലും അവരുടെ കുട്ടികൾ ഒരു മീഡിയം പരുവം എത്തുമ്പോൾ, അതൊരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ജീവിത സുഖങ്ങൾ അവർ വിട്ടിട്ട് കുട്ടികളുടെ സന്തോഷത്തിനും കുട്ടികളുടെ ഉയർച്ചയ്ക്കും വേണ്ടി ചിന്തിക്കുന്നവരാണ്. അവരുടെ സുഖം മാറ്റിവെച്ച് ചിന്തിക്കുന്നവരാണ് രക്ഷകർത്താക്കൾ പൊതുവെ എല്ലാവരും. അപ്പം കുട്ടികളെ അവർ സേഫ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നു, ഇവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ജീവിക്കുന്നു. അങ്ങനെ IT മേഖലയിലേക്ക് പഠിപ്പിച്ച് ഇവർക്ക് ഭയങ്കര വിദ്യാസമ്പന്നരായിരിക്കണം എൻ്റെ മക്കൾ, അവർക്ക് ഉയർന്ന ജോലി വേണം എന്നൊക്കെ ചിന്തിച്ച് ഇവരെ ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞ് ഇവരുടെ സുഖവും ഇവരുടെ സമ്പാദ്യവും എല്ലാം കുട്ടികൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഇതേ സെയിം IT മേഖലയിലേക്ക് ചേക്കേറുന്നു. ഇവർ അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സേഫിന് വേണ്ടി ഈ രക്ഷകർത്താക്കളെ വൃദ്ധസദനങ്ങളിൽ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അങ്ങനെയുള്ള ഈ പ്രായമായവരെ നോക്കുന്ന അവിടെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതം അവർ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘടകം എന്താണെന്നല്ലേ, നമ്മളോടൊപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളാണ്. അവരെ സംരക്ഷിക്കുക. കാരണം അവർ ആ ഒരു പ്രായത്തിൽ അവരുടെ സുഖത്തിന് വേണ്ടി തേടിപ്പോയിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നും ആകത്തില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. കഴിവതും ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം ദയ, കമ്മിറ്റ്മെൻറ്റ്, സഹജീവികളോടുള്ള സ്നേഹം, ഷെയറിങ്. അതായത് ഷെയറിങ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ചോറ് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ട് അവന് പകുതി കൊടുക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ സാധാരണ വിദ്യാലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മച്ചാക്കാട്ടൂർ.